ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈപ്പർ നട്രീമിയാണ്. അതായത് സോഡിയത്തിൻ്റെ കൂടുതൽ ബ്ലഡിൽ സോഡിയത്തിൻ്റെ അളവ് കൂടിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അതായത് 145 മില്ലി ഇക്വലൻറ്റിൽ കൂടുതലുണ്ടാകുമ്പോഴാണ് ഹൈപ്പർ നട്രീമിയ എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മുടെ ബോഡി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പർ നട്രീമിയയുടെ കാരണം? ഒന്ന്, കൂടുതൽ ഇൻടേക്കാണ്. അതായത് നമ്മൾ സോഡിയം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട്. രണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഡിക്രീസ്ഡ് സോഡിയം എക്സ്ക്രീഷനാണ്. അതായത് സോഡിയം നമ്മുടെ ബോഡിയിൽ നിന്ന് ആവശ്യത്തിന് എക്സ്ക്രീറ്റായി പോകുന്നില്ല. അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ് പോലുള്ള മെഡിസിനുകൾ നമ്മൾ എടുക്കുമ്പം എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്, സോഡിയം നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ആവും. കോർട്ടിക്കോസ്റ്റീറോയിഡിൻ്റെ പ്രത്യേകതയാണ് സോഡിയം ബോഡിയിലേക്ക് റീ അപ്ടേക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ അസുഖമുള്ളവർക്ക് അതിനൊരു ഉദാഹരണമാണ് കുഷ്യൻ സിൻഡ്രം. കുഷ്യൻ സിൻഡ്രത്തിൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡിൻ്റെയാണ്. അപ്പം ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാകുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് ഒരുപാട് കൂടും. ഒപ്പം പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകതയാണ് കുഷ്യൻ സിൻഡ്രത്തിൻ്റെ. ഇനി ഹൈപ്പർ അൾഡോസ്റ്ററോൺ, അതിൽ മിനറാലോ കോർട്ടിക്കോസ്റ്റീറോയിഡിൻ്റെ സ്റ്റിറോയിഡിൻ്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടും. അപ്പം എന്ത് സോഡിയം ബോഡിയിൽ റീറ്റൈൻ ആവും. അപ്പം ഹൈപ്പർ നട്രീമിയ ഉണ്ടാവും. ആൽഡോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഹൈപ്പോനട്രീമിയാണ്. കാരണം കുറഞ്ഞു പോവുക ചെയ്യുന്നത്. ഇവിടെ ഹൈപ്പർ അൾഡോസ്റ്ററോണാണ്. അൾഡോസ്റ്ററോൺ ഒരുപാട് ഉണ്ടാക്കുവാണ്. അപ്പം മിനറാലോ കോർട്ടിക്കോയിഡിൻ്റെയൊക്കെ അളവ് ഒരുപാട് കൂടും, സോഡിയത്തെ റീ അബ്സോർബ് ചെയ്യും. പിന്നെ എക്സസീവ് IV ഫ്ലൂയിഡ് ഇൻടേക്ക്, സോഡിയത്തിൻ്റെ IV ഫ്ലൂയിഡിലൂടെ കൊടുക്കുന്ന ഒരുപാടായാൽ പേഷ്യൻ്റ് ഉണ്ടാവും. പിന്നെ ഡീഹൈഡ്രേഷൻ, അതായത് ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടായി സർക്കുലേറ്ററി വാട്ടർ ബോഡിയിൽ നിന്ന് ഒരുപാട് പോയി. അപ്പം അതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റ് പോയിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ സോഡിയത്തിൻ്റെ അളവ് ബോഡിയിൽ കൂടും. ഇൻക്രീസ്ഡ് വാട്ടർ ലോസ്, അതായത് ഡയഫോറസ്, അവിടെ വാട്ടർ പോകുന്നുണ്ടെങ്കിലും സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ വാട്ടർ ഡയേറിയ, അതായത് ഡയേറിയ ഉണ്ടായി വാട്ടർ മാത്രം അധികം പോകുന്നു. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, വാട്ടർ അതിലും വാട്ടറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്, സോഡിയം കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് സോഡിയത്തിൻ്റെ അളവ് ബോഡിയിൽ കൂടും. കാരണം വെള്ളം മാത്രമാണ്, ഇലക്ട്രോലൈറ്റ്സ് അധികം പോയിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെ വരുന്ന പേഷ്യൻ്റ് എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കും? അതായത് ഹാർട്ട് റേറ്റ്, ബി പി വാസ്കുലാർ ഫ്ലൂയിഡ് വോളിയത്തിനനുസരിച്ചും കയറി ഇറങ്ങിയിരിക്കും. അപ്പം ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ് പേഷ്യൻറ്റിൻ്റെ അസുഖം. അപ്പോൾ എന്താണ് പേഷ്യൻറ്റിന് ഹൈപ്പർ നട്രീമിയ ഉണ്ടാകുന്നത്? കാരണം സോഡിയം അധികം പോയിട്ടില്ല, സോഡിയം സർക്കുലേഷൻ ഉണ്ട്, എന്നാൽ വോളിയമോ ബ്ലഡ് വോളിയമോ ഒരുപാട് കുറഞ്ഞു പോയി. അപ്പോൾ ഒരു ഡീഹൈഡ്രേഷൻ സ്റ്റാറ്റസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അങ്ങനത്തെ സ്റ്റാറ്റസിൽ വെള്ളം ബോഡിയിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവായതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ BP കുറയും, ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റ് കൂടിയിരിക്കും, പക്ഷേ BP പേഷ്യൻറ്റിന് കുറവായിരിക്കും. ഇനി കുഷ്യൻ സിൻഡ്രം ആണല്ലോ. കുഷ്യൻ സിൻഡ്രത്തിൻ്റെ സമയത്ത് സോഡിയത്തെ ഒരുപാട് റീ അപ്ടേക്ക് ചെയ്യുക. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് ബോഡിയിൽ കൂടും, ബ്ലഡ് വോളിയവും കൂടും. കാരണം കുഷ്യൻ സിൻഡ്രത്തിൻ്റെ പ്രത്യേകതയാണ് വരുന്ന സോഡിയം ബ്ലഡിൻ്റെ ഔട്ട്പുട്ട് ചെയ്യത്തില്ല, യൂറിനിലൂടെ പുറന്തള്ളത്തില്ല. അപ്പം BPയും കൂടും, ഹാർട്ട് റേറ്റും കൂടും. പിന്നെ ഹൈപ്പർ അൾഡാസ്റ്ററോൺ ഒരുപാട് സെക്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സോഡിയത്തിൻ്റെ അളവ് കൂടും, ബ്ലഡ് വോളിയം കൂടും. അപ്പം എന്ത് ചെയ്യും? BPയും കൂടും, ഹാർട്ട് റേറ്റും കൂടും.
പിന്നെ ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്, ഇവിടെയും ഇത് തന്നെ സംഭവിക്കും. കാരണം സോഡിയത്തിൻ്റെ അളവും കൂടും, വാട്ടറിൻ്റെ അളവും കൂടും. അപ്പോൾ ബി പിയും കൂടും, ഹൈപ്പർ ടെൻഷനും ഹാർട്ട് റേറ്റും കൂടും. ഹൈപ്പോവോളീമിയ ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഒരു എക്സെപ്ഷനുള്ളൂ. ഇതാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പം വാട്ടർ റിട്ടൻഷനാണ് സോഡിയം കൂടുമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സ്വയം ഫലമായിട്ട് വാട്ടർ ഓവർലോഡ് ഉണ്ടാവും. അങ്ങനെ പൾമണറി എഡിമയായിട്ട് അസോസിയേറ്റഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും. അതെന്ന് പറയുന്ന ക്രാക്കിൾ സൗണ്ട്, ഡിസ്റ്റൻ്റ് നെക്ക് വെയിന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പേഷ്യൻ്റ് കാണിക്കും. പിന്നെ ന്യൂറോ മസ്കുലർ ചേഞ്ചസ്. മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി മസിൽ സ്റ്റിച്ചിങ് ഉണ്ടാവും. അങ്ങനെ മസിൽ പെയിൻ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുന്നത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മസിൽ വീക്ക്നെസ്സിലേക്ക് പോവും. സിവിയർ കൺട്രാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അങ്ങനെ സിവിയർ കൺട്രാക്ഷൻ ഉണ്ടായി പേഷ്യൻറ്റിന് മസിൽ വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സസ് ഒക്കെ ഒന്നല്ലേ ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെ പേഷ്യൻറ്റിന് ന്യൂറോ മസ്കുലറിൽ CNS ഏരിയയിൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ സെറിബ്രത്തിൽ ഹൈപ്പർനെട്രീമിയ ഉണ്ടാകുമ്പോൾ വാസ്കുലർ ഫ്ലൂയിഡെല്ലാം സെറിബ്രൽ എഡിമയുണ്ടാവും. അങ്ങനെ ഓൾട്ടേർഡ് സെറിബ്രൽ ഫങ്ഷൻ ഉണ്ടാവും. അത് സാധാരണ എഡിമയേക്കാൾ കൂടുതലായിട്ട് ബ്ലഡിലേക്ക് സർക്കുലേഷനിലേക്ക് സോൾട്ടിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഫ്ലൂയിഡെല്ലാം തിരിച്ചൊഴുകി വരുവാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം സെറിബ്രൽ ഫങ്ഷൻ ഓൾട്ടേർഡ് ആവും. അപ്പം ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ് ഉണ്ടാവും, ലെതാർജി ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും, സീസർ ഉണ്ടാവും, കോമയുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ ഇറിറ്റേഷൻ ഉണ്ടായി, സീസർ ഉണ്ടായി, കോമയുണ്ടാവും. പിന്നെ GI ഇൻക്രീസ് തേഴ്സ്റ്റാണ്. ദാഹം ഭയങ്കരമായിട്ട് കൂടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ ഉപ്പ് കുടിച്ച് ഹൈപ്പർനെട്രീമിയ ഉണ്ടായാൽ നന്നായിട്ട് ദാഹം ഉണ്ടാവും. യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും അതിനനുസരിച്ച്. കാരണം ബോഡി കെട്ടിക്കിടക്കുക, ഉപ്പ് സോൾട്ട് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഡയറോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതാണ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ എഡിമയുണ്ടാവും. കാരണം ഇത്രയും ഫ്ലൂയിഡും ഓവർലോഡ് ഉണ്ടാകുന്നതുകൊണ്ട് സോഡിയം ബോഡിയിൽ ഒരുപാട് കൂടുതലായിട്ട് ബോഡി മുഴുവൻ എഡിമയുണ്ടാവും. പിന്നെ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ആവും. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ അധികം യൂറിൻ പുറത്തേക്ക് പോകുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയും ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹൈപ്പർനെട്രീമിയ ആയതുകൊണ്ട് കുറയുന്നില്ല. കാരണം ഭയങ്കര അളവ് കൂടി കിടക്കുക, യൂറിൻ സോൾട്ടിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി കിടക്കുക. അല്ലായിരുന്നെങ്കിൽ ഉണ്ടായേനെ. കാരണം ഫ്ലൂയിഡ് റിട്ടൻഷൻ ആവുന്നതുകൊണ്ട്. പിന്നെ ഇൻ്റർവെൻഷൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ വരുന്ന പേഷ്യൻറ്റിന്? ഫ്ലൂയിഡ് ലോസ് ആണെങ്കിൽ പ്രിപ്പയർ ടു അഡ്മിനിസ്റ്റർ IV ഫ്ലൂയിഡ്. പോളിയൂറിയ, ഹൈപ്പോവോളിമിയ, ഹൈപ്പർനെട്രീമിയ, ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ്, ഇങ്ങനെയുള്ള കേസും ഇൻഫ്യൂഷനെല്ലാം ഇതിങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഫ്ലൂയിഡ് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ഫ്ലൂയിഡാണ് കൊടുക്കേണ്ടത്? 0.45% നോർമൽ സലൈനാണ് കൊടുക്കുന്നത്. അതായത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? സോഡിയം ഉണ്ട് ബോഡിയിൽ, ഫ്ലൂയിഡ് ലോഡാണ് പേഷ്യൻറ്റിന് കുറവ്. അപ്പം അങ്ങനെയുള്ളതായതുകൊണ്ട് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. റീനലിലൂടെ എക്സ്ക്രീഷൻ ആവശ്യത്തിന് പോകുന്നില്ലെങ്കിൽ ഡയറോട്ടിക്സ് നമ്മൾ കൊടുക്കണം. അതായത് യൂറിൻ ഔട്ട്പുട്ട് കുറവാണ് പേഷ്യൻറ്റിൻ്റെ കാരണമെങ്കിൽ നമ്മൾ ഡയറോട്ടിക്സ് കൊടുത്ത് സോഡിയം പൊട്ടാസ്യം എല്ലാം നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം. പിന്നെ സോഡിയം ഇൻടേക്ക് കുറവാണെങ്കിൽ ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. സോഡിയം ഇൻടേക്ക് കുറയ്ക്കണം, ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇതാണ് ഇതിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ്. കാരണം ഓവർ ഫ്ലൂയിഡ് ഉണ്ട്, അതുകൊണ്ട് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ കൊടുക്കണം.
സോഡിയം ഇൻടേക്കും കുറയ്ക്കണം.